കരുണ ഹോസ്പിറ്റൽ എന്നല്ലേ പറഞ്ഞത്? അതെ അതെ. അങ്ങനെയാണെങ്കിലേ വേഗം എത്തണമെന്നുണ്ടെങ്കിൽ ഇതുവഴി ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ട്രാഫിക് കുറവാ. എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ട സദാനന്ദ. മോളെ മോളെ ഒന്ന് പിടിച്ചു നിൽക്കു കുഞ്ഞെ. നമ്മളിപ്പോ അങ്ങ് എത്തും. ഇപ്പൊ ഹോസ്പിറ്റലിൽ എത്തും. നിക്കടി മോളെ. എടി അയ്യോ എന്റെ കുഞ്ഞിനെ കാത്തോളേ. പ്രസവ കേസായിരുന്നെങ്കിൽ കുറച്ച് നേരത്തെ അഡ്മിറ്റ് ചെയ്യണ്ടായിരുന്നു. ഇതൊന്നും അവസാന നിമിഷത്തേക്ക് വെച്ചോണ്ടിരിക്കരുത്. ഡോക്ടർമാര് തന്നെ അങ്ങനെയാ പറയുന്നത്. ഹോസ്പിറ്റലിൽ പോകുന്ന വഴി പ്രസവിച്ചു എന്നൊക്കെ പല വാർത്തകളും കേട്ടിട്ടില്ലേ? ആശുപത്രി എത്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സമാനോ. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് അത്രയല്ലേ ഉള്ളൂ. ബാക്കിയൊക്കെ അവര് നോക്കിക്കോളുമല്ലോ. സദാനന്ദ കുറച്ചുകൂടെ ഒന്ന് വേഗത്തിൽ വിട് സദാനന്ദ. ഹലോ ഹലോ ഒന്ന് നിർത്തണേ. ഹലോ ഒന്ന് നിർത്തണേ. ഓയ് മനസാക്ഷി ഇല്ലാത്തവന്മാര്. രാത്രി ഇത് വള്ളിക്കെട്ടായാലും എന്തൊക്കെ ചെയ്യുക. എന്തായി? അവന്മാര് നിർത്തിയില്ല. നമുക്ക് വേറെ നോക്കാം. പിടിച്ചു നിൽക്കും മോളെ. എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരൂടി. ഒരു കാറ് വരുന്നുണ്ട്, ഞാൻ നോക്കട്ടെ. വേഗം 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 ചെല്ലു സദാനന്ദ. ഒന്ന് നിർത്തണേ. ഹലോ ഹലോ ഒന്ന് നിർത്തണേ. ഒരു ഹോസ്പിറ്റൽ കേസാ. അവരെയും കൊണ്ട് പോകുന്നതിനിടെ എന്റെ വണ്ടി ഒന്ന് കേടായി. ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. 2 സ്ത്രീകളാ. കൊണ്ടുപോവാ. അതെ ഇറങ്ങി വന്നേ. ഒരു വണ്ടി വന്നിട്ടുണ്ട്. മോളെ ഇറങ്ങി മോളെ. പതുക്കെ നോക്കി സൂക്ഷിച്ച്. പതുക്കെ പതുക്കെ. സ്ഥലം കാലിയാക്കാം. പതുക്കെ. നല്ല തങ്കപ്പെട്ട മനസ്സുള്ളവരാ ഇവിടുത്തെ നാട്ടുകാര്. നിങ്ങൾ ആ കൊച്ചിനെ കൊണ്ട് ഓട്ടോയിൽ കയറിയിരുന്നു. വേറെ ഏതെങ്കിലും വണ്ടി കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ.
പിടിച്ചു നിക്കും മോളെ. സാറേ അതെ ഒന്ന് സഹായിക്കണേ. എന്താ? ഒരു പ്രസവ കേസാ സാറേ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴി എന്റെ വണ്ടി ഒന്ന് കേടായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേറെ വഴിയൊന്നും കാണുന്നില്ല. അതിനെന്താ EGP കൊണ്ടോ? ഒന്ന് സഹായിക്കണേ സാറേ. എടോ താനായിനിങ്ങനെ കരയണ്ട. എന്നെ കൊണ്ട് പറ്റുന്ന എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം. എന്നാ ഒന്ന് വാ സാർ. വിളിച്ചു. അതെ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. ഒന്ന് പെട്ടെന്ന് ഇറങ്ങി വാ. ഇവിടെ ഇറക്കിക്കൊണ്ട് വന്നു കഴിയുമ്പോഴേ അവര് ഇനി പ്രസവ കേസാന്നും പറഞ്ഞ് കളഞ്ഞിട്ട് പോവുക സാധാരണ. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് ഇറങ്ങി വന്നാട്ടെ. ശരി മോളെ ഇറങ്ങി വാ. അമ്മ പിടിച്ചോ മോളെ. മോളെ ആ വണ്ടി വിഷ്ണു വിഷ്ണുട്ടന്റെ അമ്മ. അയ്യോ വിഷ്ണു, അത് വിഷ്ണുട്ടന്റെ മോളെ വണ്ടിയാ. നിങ്ങൾ കഥയെ പറഞ്ഞിരിക്കുകയാണോ? ചെന്ന് വണ്ടിയെ കയറ്. അത് വേറെ വണ്ടി ഒന്നും കിട്ടിയില്ലേ സാധാരണ. ഈ ഊടുവഴി നിങ്ങൾക്ക് വേണ്ടി AC ആംബുലൻസ് ഒന്നും വരാൻ പോകുന്നില്ല. ഇത് തന്നെ ആ ചെക്കന്റെ നല്ല മനസ്സുകൊണ്ടാ വരാമെന്ന് സമ്മതിച്ചത്. ഇഷ്ടപ്പെട്ട വണ്ടിയൊക്കെ നോക്കി പോവാൻ കാത്തിരുന്നാലേ ഞാൻ ഇട്ടിട്ട് എന്റെ പാട്ടിന് പോകും. സാറേ എന്തായി? സാറേ അവര് കയറിയിട്ടുണ്ട്. ഒരമ്മയും മോളോ? അല്ല ഇയാള് വരുന്നില്ലേ? അയ്യോ വണ്ടി ഈ വഴി കിടക്കും സാറേ. ഇനിയിപ്പോൾ സാറുണ്ടല്ലോ, അതിൻ്റെ കൂടെ എനിക്ക് വലിയ പരിചയമുള്ള കൂട്ടരൊന്നും അല്ല സാറേ. പിന്നെ എൻ്റെ വണ്ടിയെ വന്നതുകൊണ്ട് ഞാനിങ്ങനെ ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഏതോ ഹോസ്പിറ്റൽ? ഏതാ? കരുണ ഹോസ്പിറ്റൽ. എന്നാ സാറ് വിട്ടു. ആ കൊച്ചിന് വേദന തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ടാണോ ക്ലാപ്പെ താൻ ഇത്ര നേരം കഥയും പറഞ്ഞോണ്ടിരുന്നേ? ആദ്യം പറഞ്ഞോളൂ. ഇയാള് തലേന്ന് ഒഴിഞ്ഞു കിട്ടി.
ശരി സത്യമേ. ആ ഞാൻ മാനേജ് ചെയ്തോളാം. ഓക്കെ. ആ വിദ്യ, അഡ്മിറ്റ് ആവാൻ വേണ്ടി ഒരു പേഷ്യന്റ് വരുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ വിദ്യ തന്നെ നോക്കണം. അയ്യോ ഡോക്ടറെ, ഉം. എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇന്ന് ഓവർ ടൈം ഡ്യൂട്ടി ഇടരുതെന്ന് ഞാൻ ഇന്നലെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താ? എപ്പോഴും ഓവർ ടൈം നീ ചോദിച്ചു വാങ്ങാറുള്ളതല്ലേ, കാശിന് ആവശ്യമുണ്ടെന്നും പറഞ്ഞ്. നീ ഹോസ്പിറ്റലിനടുത്ത് പേയിങ് ഗസ്റ്റായി താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കും സൗകര്യം. ഇന്നെനിക്ക് പോയേ പറ്റൂ ഡോക്ടർ. നാളെ എന്നെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. ആഹാ, നല്ല കാര്യം. ഇതെങ്കിലും നടക്കട്ടെ. ഇപ്പൊ തന്നെ വൈകി. കാശിന്റെ കാര്യത്തിലല്ലേ എല്ലാരും തെന്നിപ്പോയിക്കൊണ്ടിരുന്നേ. പുതിയ കൂട്ടര് ചോദിക്കുന്ന പണം സംഘടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ഫോട്ടോ കണ്ട് പരസ്പരം ഇഷ്ടപ്പെട്ടു. ജാതകവും ചേരുന്നുണ്ട്. ഒരു ചടങ്ങായിട്ടാ ഈ പെണ്ണ് കാണല്. അപ്പോ ഉടനെ തന്നെ ഒരു ചെലവിന് വകുപ്പ് കാണുന്നുണ്ട്. അയ്യോ, വലിയ ചെലവൊന്നും എന്നെ കൊണ്ട് കൂട്ടിയ കൂടില്ല ഡോക്ടർ. വെറുതെ പറഞ്ഞതല്ലേ, ഒരില ചോറ് തന്നാ മതി. ഇനി ചെറുക്കൻ കൂട്ടർക്ക് കൊടുക്കുന്നതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം. അയ്യോ, അതൊന്നും വേണ്ട ഡോക്ടർ. ഇപ്പൊ തന്നെ ഡോക്ടർക്ക് കട ഒരുപാടായി. എന്താ ഈയിടെയായിട്ട് നിനക്ക് പണമൊന്നും വേണ്ടാത്തത്? പുതിയ കോൾ എന്തെങ്കിലും ഒത്തു കിട്ടിയോ? അയ്യോ ഇല്ല ഡോക്ടർ. ആ, ഇപ്പൊ നീ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് കായംകുളത്തിനുള്ള വണ്ടി പിടിക്കാൻ നോക്ക്. ഇപ്പൊ തന്നെ നേരം വൈകി. ശരി ഡോക്ടർ, ഒന്ന് പ്രാർത്ഥിച്ചിരിക്കണേ. ഹലോ. ദേ പെട്ടെന്ന് എത്തുവേ, ടെൻഷനൊന്നും അടിക്കണ്ട. അയ്യോ, അല്ല അതെ, ആ ഓട്ടോക്കാരനെ എവിടുന്ന കിട്ടിയേ? അതെ, അവനെ പോലുള്ളവന്മാരൊന്നും വിശ്വസിക്കരുത്. അവർക്കൊരു കടമ തീർത്ത് കാശ് വാങ്ങണമെന്നേ ഉള്ളൂ. എന്തായാലും ഈ കുട്ടി അഡ്മിറ്റ് ചെയ്യാതെ അവസാന നിമിഷം വരെ നോക്കിയിരുന്ന നിങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ. ഇതൊക്കെ നോക്കണ്ടേ? അല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുട്ടിയുടെ ഭർത്താവിന്റെ പിടിപ്പേട്. ഭർത്താവിന്റെ പിടിപ്പേടല്ല വിഷ്ണുട്ടോ, ഞാൻ മാത്രമാണ് കുറ്റക്കാരി. അതെ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ ഇപ്പം എത്തും, പേടിക്കാനൊന്നുമില്ല. ഞാൻ എത്തിച്ചോളാം അവിടെ. ആ പിന്നെ എൻ്റെ ഭാര്യയുടെ അമ്മയെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുടുംബശ്രീ ശാരദ. ശാരദാമ്മ എന്നാ നാട്ടുകാർ വിളിക്കുക. ഈ ശാരദാമ്മ എപ്പോഴും പറയാറുണ്ട്, ആരും ഇല്ലാത്തവർക്ക് ദൈവം തുണയാവുന്നു. അങ്ങനെ തന്നെ കരുതിയാണ്. ദൈവമല്ല മോനെ, ദൈവരൂപത്തിൽ ഇവളുടെ ഭർത്താവായി നീ തന്നെയാ ഇവൾക്ക് സഹായമായിട്ട് വന്നിരിക്കുന്നത്. നീ മാത്രം അത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഞാനെന്നാ ഇറങ്ങിക്കോട്ടെ ഡോക്ടർ. ശരി. അബോർഷൻ സിംറ്റംസ് ആണല്ലോ കാണിക്കുന്നത്. കേക്ക്. എന്റെ ജീവൻ വേണേ പൊക്കോട്ടെ. എന്റെ ഞാനൊന്ന് പറയട്ടെ. എനിക്ക് അബോർഷൻ വേണ്ട, പ്ലീസ് ഡോക്ടർ. മോള് കുഞ്ഞിന് വേണ്ടി മരിക്കാൻ തയ്യാറായാലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനാവില്ല. അത് സംഭവിച്ചു കഴിഞ്ഞു. ഡോക്ടർ. ആ, സത്യാമ്മ എത്തിയോ? ഇതാ വിദ്യ, ഞാൻ പറഞ്ഞ പേഷ്യന്റ്. ഇവർക്ക് റൂം ഒന്ന് കാണിച്ചു കൊടുക്കാൻ. ഞാൻ കാണിച്ചു കൊടുക്കാൻ ഡോക്ടർ. അല്ല, വിദ്യക്ക് അത്യാവശ്യമായിട്ട് പോണോന്നല്ലേ പറഞ്ഞേ? അത് സാരമില്ല, ഡ്യൂട്ടി ഫസ്റ്റ്. ശരി. ഏത് റൂമാ ഡോക്ടർ? രണ്ടാമത്തെ ലേബർ റൂം. ആ, സിസ്റ്ററിനോട് പൊക്കോളൂ, ഞാനിപ്പോ വന്നേക്കാം. പ്രസവത്തിനാണല്ലേ? അതെ. എന്നത്തേക്കാ ഡേറ്റ്? മറ്റന്നാളാ.
വേദന തുടങ്ങിയോ? ആ, ഇല്ല സിസ്റ്റർ, നേരത്തെ അഡ്മിറ്റ് ആവാന്ന് കരുതി. നിങ്ങൾ ഇവിടെ നിന്നാ മതി, ഞാൻ പേഷ്യന്റിനെ അകത്തേക്ക് കിടത്തട്ടെ. വാ ചെല്ല്. വാ. ഇങ്ങോട്ട് കയറി കിടന്നോളൂ. വേദനയൊന്നും ഇല്ല സിസ്റ്റർ. അതൊക്കെ നോക്കാനല്ലേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നത്. കയറി കിടക്കൂട്ടി. കിടക്ക. എന്നെ മനസ്സിലായോ കുട്ടിക്ക്? അന്നത്തെ വേദനയ്ക്കും വെപ്രാളത്തിന്റെ ഇടയിൽ ശ്രദ്ധിച്ചു കാണില്ല. കുട്ടിക്ക് അബോഷനായപ്പോ തിയേറ്ററിൽ ധന്യ ഡോക്ടർ അസിസ്റ്റ് ചെയ്തത് ഞാനാ. അന്ന് പോയ ഗർഭം പിന്നെ കുട്ടിയുടെ വയറ്റിൽ എങ്ങനെ വന്നെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ദിവ്യഗർഭം വല്ലതാണോന്ന് അറിയണമല്ലോ. അല്ല, നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നേ? ആ, ഞങ്ങളോട് ഇവിടെ നിന്നാ മതിയെന്ന് പറഞ്ഞു. ആര്? ആ സിസ്റ്റർ. എന്നിട്ട് അവരെവിടെ? ശ്യാമയും കൊണ്ട് റൂമിലോട്ട് പോയി. നിങ്ങൾ വരൂ. കിടക്കൂട്ടി. ഡോക്ടർ പറഞ്ഞിട്ടാ കിടന്നേ. കിടക്ക്, നേരെ കയറി കിടന്നേ. ഈശ്വര, തൊട്ടാ നിമിഷം മനസ്സാവും പാട് വെച്ച് കെട്ടിരിക്കാന്ന്. എല്ലാം അതോടെ കഴിയും. ഞാനൊന്ന് നോക്കട്ടെ. വിദ്യേ, നീ എന്നാ MBBS എടുത്തത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഡോക്ടർ, ഞാൻ എന്നോട് ചോദിക്കാതെ എന്റെ പേഷ്യന്റിനെ പരിശോധിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? ക്ഷമിക്കണം ഡോക്ടർ. നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞതല്ലേ പറഞ്ഞത്? ഇനി ഈ ഹോസ്പിറ്റലിനകത്ത് കണ്ടുപോരുത് നിന്നെ. പോ പുറത്ത്. പേഷ്യന്റിന് പെയിൻ തുടങ്ങിയിട്ടില്ലല്ലോ. നിങ്ങൾ ഈ റൂമിൽ തന്നെ ശ്യാമയ്ക്ക് കൂട്ടിരുന്നോളൂ. മോളെ പേടിക്കണ്ട കേട്ടോ. മോളുടെ കേസ് അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ തന്നെ ആയിരിക്കും. ഞാൻ റൗണ്ട്സ് കഴിഞ്ഞ് വരാം. അതുവരെ വേറെ ഡോക്ടേഴ്സിനെയോ സിസ്റ്റേഴ്സിനെയോ ഒന്നും ഇവിടെ കേട്ടണ്ട. ശരി ഡോക്ടർ. ഈശ്വര, കുഞ്ഞിച്ചയ്ക്ക് വേദന തുടങ്ങിയ കാര്യം ഡോക്ടറോട് പറയാൻ പറ്റില്ലല്ലോ. ഇവരിവിടെ തന്നെ നിൽക്കുമ്പോൾ എങ്ങനെയാ അത് പറയാ? പ്രസവ വേദന തുടങ്ങിയ കുഞ്ഞീച്ചയും കൊണ്ട് അമ്മ ഒറ്റയ്ക്ക് ഈ രാത്രി എന്ത് ചെയ്തിട്ടുണ്ടാവോ ആവോ? മോളെന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. പേടിക്കണ്ട, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ.
വിദ്യയോ? ഇവക്കെന്താ ഇനിയും കാശ് വേണോ? ഊറ്റി മതിയായില്ലായിരിക്കും. എന്താ വിദ്യ? ഒരു പ്രധാനപ്പെട്ട വിവരം അറിയിക്കാനാ. നിന്റെ കല്യാണക്കാരിയല്ലേ? ശേ, അതല്ലെന്ന്. ആ ശ്യാമ ഇവിടെ വന്നിട്ടുണ്ട്. ശ്യാമയോ? അതേന്ന്. അഡ്മിറ്റ് ആവാൻ സത്യാമ്മയും അവളുടെ ഭർത്താവും കൂടി അവളെയും കൊണ്ട് വന്നിരിക്കുക. അല്ല, അതിന് അവൾക്കെന്താ അസുഖം? പ്രസവത്തിനായിട്ടാ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുള്ളത്. എന്ത്? പ്രസവത്തിനായിട്ടോ? ഗർഭം ഇല്ലാതെ എങ്ങനെയാ പ്രസവിക്കുന്നേ? അതേ എനിക്ക് മനസ്സിലാകാത്തത്.